നമസ്കാരം. പ്രധാന വാർത്തകൾ. പടിഞ്ഞാറെ കൊടുക്കുളം കാളിയാർ റോഡിന്റെ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചു. ആക്ഷൻ കൗൺസിൽ സമരത്തിനൊരുങ്ങുന്നു. റബ്ബർ വിലയിടിവിനെതിരെ AKCC പുറപ്പുഴ യൂണിറ്റ് നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സായാഹ്ന ധർണയും നടത്തി. ഫ്യൂജി ഗംഗ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന സൂര്യ ഫെസ്റ്റിവൽ സമാപിച്ചു. വാർത്തകൾ വിശദമായി. പടിഞ്ഞാറെ കൊടുക്കുളം കാളിയാർ റോഡിന്റെ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചു. റോഡ് നിർമ്മാണം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് സമരത്തിനൊരുങ്ങുകയാണ്. 15 കിലോമീറ്റർ നീളമുള്ള റോഡിന്റെ ഏതാനും ഭാഗത്തെ നിർമ്മാണം ഭാഗികമായി നടന്നിട്ടുണ്ട്. പൊതുമരാമത്ത് അധികൃതരുമായുള്ള ഭിന്നതയെ തുടർന്ന് കരാറുകാർ പണി ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറയുന്നു. ഇതുവഴിയുള്ള വാഹന ഗതാഗതവും നിലച്ചിരിക്കുകയാണ്. 15 കോടി രൂപ മുടക്കിയാണ് റോഡ് നവീകരണം നടക്കുന്നത്. പഞ്ചായത്ത് അംഗം ബൈജു മേക്കുന്നൽ, PJ ജോൺ, മാത്യു തലക്കൽ, CV ജോർജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നില്ല. റോഡാണെങ്കിൽ വളരെ ദയനീയമായിട്ട് 6 ബസ് സർവീസ് അതിൽ നടക്കുന്നുണ്ട്. അവർ സർവീസ് നിർത്താൻ പോകുകയെന്നാണ് പറഞ്ഞത്. കാരണം ഈ ചാടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് സർവീസ് നടത്താൻ ബുദ്ധിമുട്ട്. ഒരു ദിവസം ഓടിക്കിട്ടുന്ന കാശ് വൈകുന്നേരം വർക്ക്ഷോപ്പിൽ കൊണ്ടു കൊടുക്കണം. എന്നാലേ പിറ്റേ ദിവസം ഓടാനും കൊടുത്താൽ വരില്ല, വഴി മോശമായതുകൊണ്ട്. 20ഓളം സ്കൂൾ ബസ്സുകൾ ഈ റോട്ടിൽ കൂടെ ഡെയിലി പോകുന്നുണ്ട് പിള്ളേരെ കൊണ്ട്. അനേകം പ്രൈവറ്റ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ നിവൃത്തിയില്ല, റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് നാശമായി കിടക്കുന്നതുകൊണ്ട് മറ്റു മാർഗങ്ങളിൽ കൂടെയാണ് ആൾക്കാർ പോകുന്നത്. ഈ റോട്ടിൽ കൂടെ ഇപ്പോൾ യാത്ര വളരെ കുറവായിരിക്കുക. അത്യാവശ്യത്തിനുള്ള ബസ്സുകളും സ്കൂൾ ബസ്സുകളും മറ്റും മാത്രമേ ഓടണുള്ളൂ. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അടുത്തും ഒക്കെ പല പ്രാവശ്യം ഈ അവസ്ഥയെപ്പറ്റി സംസാരിക്കുകയും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി എത്രയും വേഗം റോഡ് പണി പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള. ഇനി പ്രത്യക്ഷ സമരപരിപാടിയിലേക്ക് PWD ഓഫീസ് ഉപരോധിക്കുകയോ ധർണ നടത്തുകയോ അങ്ങനെ എന്തെങ്കിലും ഇനി പ്രത്യക്ഷ സമരപരിപാടികളിലേക്ക് മാറാവുന്നുള്ള ഒരു തീരുമാനം ഞങ്ങൾ എടുത്തിരിക്കുകയാണ്. റബ്ബർ വിലയിടിവിനെതിരെ AKCC പുറപ്പുഴ യൂണിറ്റ് സായാഹ്ന ധർണയും പ്രതിഷേധ റാലിയും നടത്തി. പുറപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് പരിസരത്തു നിന്ന് പുറപ്പുഴ കൃഷിഭവനിലേക്കായിരുന്നു പ്രകടനം. തുടർന്ന് നടന്ന ധർണ AKCC രൂപത സെക്രട്ടറി അഡ്വക്കേറ്റ് ബിനു തോട്ടുങ്കൽ ഉദ്ഘാടനം ചെയ്തു. മാരിക ഫൊറോന പ്രസിഡന്റ് മാത്യു മലേക്കുഴി അധ്യക്ഷനായിരുന്നു. ജോസഫ് ഇടപ്പഴത്തിൽ, ജോൺസൺ മലേക്കുടി തുടങ്ങിയവർ സംസാരിച്ചു. ബഹുഭൂരിപക്ഷം ആളുകളും റബ്ബർ മേഖലയിൽ പണിയെടുക്കുമ്പോൾ റബ്ബർ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യത്തിൽ നമ്മളെയൊക്കെ വളരെ കഷ്ടത്തിലാക്കുന്ന രീതിയിലുള്ള ഒരു വിലയിടിവ് കാർഷിക മേഖലയിൽ ഉണ്ടായിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ച് ബഹുഭൂരിപക്ഷം ആളുകളും ഇന്ന് കാർഷിക മേഖലയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അത്തരത്തിൽ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളൊക്കെ റബ്ബർ മേഖലയെ, റബ്ബർ കൃഷിയെ ഏറ്റവും കൂടുതലായി ആശ്രയിക്കുന്ന ഒരു സാഹചര്യമുള്ളപ്പോൾ കേരളത്തിൻ്റെ സമ്പദ്സ്ഥിതി തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന രീതിയിലുള്ള ഒരു വിലയിടിവാണ് ഇന്ന് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. മേഖല വളരെ കാലമായിട്ട് ഏറെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് തൊഴിലാളികളുടെ ക്ഷാമമാണ്. ആ തൊഴിലാളികളുടെ ക്ഷാമം പരിഹരിക്കുവാനായി ഇന്ന് നമ്മൾ റബ്ബർ ഷീറ്റ് അടിക്കുന്നതിന് റോളറുകളിൽ മോട്ടോർ ഘടിപ്പിച്ചു. പല കുടുംബങ്ങളിലും ഇത് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം റബ്ബറിന്റെ പണി എളുപ്പത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ ഘടിപ്പിച്ച റബ്ബർ റോളറുകൾ നമ്മൾ ഘടിപ്പിച്ചു കൊടുക്കും. പക്ഷേ സ്നേഹിതരെ, ഈ അടുത്ത കാലത്ത് ഇലക്ട്രിസിറ്റി ബോർഡ് അത് വ്യാവസായിക ആവശ്യത്തിനുള്ള മോട്ടോർ കണക്ഷനായി. കഴിഞ്ഞ 5 ദിവസമായി തൊടുപുഴയിൽ നടന്ന ഫ്യൂജി ഗംഗ സൂര്യ ഫെസ്റ്റിവൽ സമാപിച്ചു. സമാപന സമ്മേളനം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് രമ്യ മേനോൻ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ റോയ് കെ പൗലോസ് അധ്യക്ഷനായിരുന്നു. സൂര്യ ഫെസ്റ്റിനെ പറ്റി പറയുമ്പോൾ ഈ തൊടുപുഴയിലെ സൂര്യ ഫെസ്റ്റിന്റെ പ്രത്യേകത എനിക്ക് തോന്നുന്നത് വിജയദശമി നാളിലെ ദിവസങ്ങളിൽ നമുക്കിത് കാണാൻ പറ്റിയെന്നുള്ളതാണ്. കലാരൂപം എന്ന് പറയുന്നത് സംസ്കാരമാണ്. അത് ആരെങ്കിലും പ്രോത്സാഹിപ്പിച്ചാലും ഇല്ലെങ്കിലും അതിന്റെ മഹത്വം ഒരിക്കലും കുറയില്ല. ഇത് സൂര്യ ഫെസ്റ്റിവൽ സമാപിക്കുന്ന ഈ ദിവസം ഇങ്ങനെ മഹത്തായ ഒരു കലാരൂപം കൊണ്ട് ഇതിന് അവസാനം എന്ന് ഞാൻ പറയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂര്യൻ അസ്തമിക്കുന്ന പോലെയാണ്. അപ്പോൾ തിരശീല വീഴുമ്പോൾ ഇങ്ങനെ കാതുകൾക്ക് ഇമ്പം അരുളുന്ന ഈ ഒരു ശാസ്ത്രീയ സംഗീതം കൊണ്ട് ഇതിന് തിരശീല വീഴുന്നത് എല്ലാവരും തൊഴിലക്കാരെല്ലാവരും ഭാഗ്യം ചെയ്തിട്ടുണ്ട്. ഇത്രയും പറഞ്ഞതുകൊണ്ട് എന്നെ ഇവിടെ ക്ഷണിച്ചതിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ മഹാൻ കലാകാരന്മാരുടെ മുമ്പിൽ ഇന്ന് നിൽക്കാൻ കഴിയുന്നതിന് സർവേശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നു. ആർ കെ ദാസ്, പ്രസ് ക്ലബ് സെക്രട്ടറി ഹാരിസ് മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. തിരുനെൽവേലി സന്താന ഗോപാലം അവതരിപ്പിച്ച കർണാടക സംഗീത കച്ചേരിയായിരുന്നു സമാപന ദിവസത്തെ പരിപാടി. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MS റാവുത്തറുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള യോഗം തൊടുപുഴയിൽ നടന്നു. PG തോമസ് MP ഉദ്ഘാടനം ചെയ്തു. എംപ്ലോയീസ് കോൺഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി CB കുട്ടി ഫ്രാൻസിസ്, മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ്, NA ബെന്നി, KJ മിനിമോൾ, PK ഷംസുദ്ദീൻ, KM കാസിം തുടങ്ങിയവർ സംസാരിച്ചു. പ്രത്യേകിച്ച് തന്റെ ജീവിതം തന്നെ ഇലക്ട്രിസിറ്റി ജീവനക്കാർക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിലെ മറ്റേതൊരു ട്രേഡ് യൂണിയൻ നേതാവിനേക്കാൾ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആധികാരികമായി കാര്യങ്ങൾ പഠിച്ച് പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റി ബോർഡിലെ എല്ലാ പ്രശ്നങ്ങളും വളരെ ഗൗരവതരമായി വിലയിരുത്തുന്ന പ്രഗത്ഭനായ ഒരു നേതാവായിരുന്നു ശ്രീ MS റാവുത്തർ എന്ന കാര്യത്തിൽ ആർക്കും തന്റെ അഭിപ്രായമില്ല. ആ കാര്യങ്ങളിലൊക്കെ MS റാവുത്തർ ട്രേഡ് യൂണിയനോടൊപ്പം നിന്നതോടൊപ്പം അചഞ്ചലമായി ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ധീരനായ ഒരു പോരാളിയും കൂടിയായിരുന്നു. ഒരു വിട്ടുവീഴ്ച ആ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. ചിലരൊക്കെ ജോലി കിട്ടി, ചിലരൊക്കെ പുതിയ പുതിയ ലാവണങ്ങൾ തേടി ചെറിയ ചെറിയ അവസരങ്ങളൊക്കെ വരുമ്പോൾ പാർട്ടിയെയും അതുപോലുള്ള പ്രസ്ഥാനത്തെയും ഒക്കെ ഉപേക്ഷിച്ചു പോകുന്ന പതിവുള്ള പല വർത്തമാന കാലഘട്ടത്തിലും എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം ഉറച്ചു നിന്ന ഒരു ട്രേഡ് യൂണിയൻ നേതാവ് കൂടിയായിരുന്നു MS റാവുത്തർ എന്ന് പറയാൻ ഞാൻ അവസരം ആഗ്രഹിക്കുകയാണ്. തൊടുപുഴയിൽ നടന്ന ജില്ലാ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കുട്ടിക്കാനം മരിയൻ കോളേജ് ചാമ്പ്യന്മാരായി. 63-നെതിരെ 76 എന്ന സ്കോറിന് മുതലക്കോടം വിശ്വജ്യോതി ക്ലബിനെ പരാജയപ്പെടുത്തിയാണ് മരിയൻ കോളേജ് ചാമ്പ്യന്മാരായത്. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KL ജോസഫ് വിജയികൾക്ക് ട്രോഫി സമ്മാനിച്ചു.
ഞറുകുറ്റി സെന്റ് ജോർജ് ITIയിൽ നടപ്പാക്കുന്ന പരിശീലന പരിപാടി മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ ലിമിറ്റഡുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ്, അഡ്മിനിസ്ട്രേറ്റർ ഫാദർ മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. തിയറി പഠിച്ചാൽ മാത്രം പോരാ, കൈകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കണം. ഇവിടെ ഇപ്പോൾ സ്കിൽ ഡെവലപ്മെന്റിനുള്ള ഒരു വലിയ ധാരണാപത്രമാണ് ഹ്യുണ്ടായി മോട്ടോഴ്സുമായി ഇവിടെ ഒപ്പിടുന്നത്. ഇത് ഈ മേഖലയിൽ പുതുമയുള്ള കാര്യമാണ്. ഒട്ടേറെ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുവാൻ ഇത് സഹായിക്കും. സോണൽ മാനേജർ ലീ തന്നെ ഇവിടെ എത്തിയിരിക്കുന്നു. ഈ കൊണ്ടക്കാലമായി ഇവിടെ പ്രശസ്തമായ നിലയിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. കൈകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒട്ടനേകം ചെറുപ്പക്കാരെ ഇവിടെ നിന്ന് പരിശീലിപ്പിച്ച് പുറത്തയക്കുവാൻ ഈ സമ്മേളനം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പടിഞ്ഞാറെ കൊടുക്കുളം കാളിയാർ റോഡിന്റെ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചു. ആക്ഷൻ കൗൺസിൽ സമരത്തിനൊരുങ്ങുന്നു. റബ്ബർ വിലയിടിവിനെതിരെ AKCC പുറപ്പുഴ യൂണിറ്റ് നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സായാഹ്ന ധർണയും നടത്തി. ഫ്യൂജി ഗംഗ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന സൂര്യ ഫെസ്റ്റിവൽ സമാപിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.